7 ദിവസം നീണ്ടുനിന്ന റാലിക്ക് ശേഷം ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരികയും ഇൻഡെക്സ് നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകുകയും ഏപ്രിൽ 2-ാം തീയതി ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്താൻ സാധ്യതയുള്ള റെസിപ്രോക്കൽ താരിഫുമായി ബന്ധപ്പെട്ട ആശങ്കകളുടെ പശ്ചാത്തലത്തിൽ ഇന്ന് നിക്ഷേപകർ ഫ്രഷ് ബൈയിങ്ങിന് മുതിർന്നിട്ടില്ല. പ്രധാന സെക്ടറുകളിലൊക്കെ സെല്ലിംഗ് പ്രഷർ ശക്തമായിരുന്നു. IT സെക്ടർ തുടക്കത്തിൽ പോസിറ്റീവ് സൈഡിലായിരുന്നെങ്കിലും പിന്നീട് IT സെക്ടറും നെഗറ്റീവ് സൈഡിലേക്ക് നീങ്ങി. അനസ്തേഷ്യ വിഭാഗത്തിൽപ്പെട്ട മരുന്നുകൾക്ക് മുകളിൽ ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ചേക്കും എന്നുള്ള ആശങ്കയെ തുടർന്ന് ഫാർമ സെക്ടറിലും സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചു. ഇന്ന് ഇൻഡെക്സ് 0.77% ഇടിഞ്ഞു. കഴിഞ്ഞ 7 ട്രേഡിംഗ് സെഷനുകളിലായി മാർക്കറ്റ് 5.5% ഉയർന്നതിന് ശേഷമാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നത്. ഇൻഡെക്സ് ഇടിഞ്ഞതിന് പിന്നിൽ പ്രധാന പങ്ക് വഹിച്ചത് ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളായ HDFC ബാങ്ക്, ഇൻഫോസിസ്, റിലയൻസ് ഇൻഡസ്ട്രീസ്, ആക്സിസ് ബാങ്ക്, NTPC തുടങ്ങിയ സ്റ്റോക്കുകളാണ്. നിഫ്റ്റിയുടെ ഇടിവിൻ്റെ 56%വും ഈ 4 സ്റ്റോക്കുകളിൽ വന്ന സെല്ലിംഗ് പ്രഷർ മൂലമാണ്. ഏറ്റവും മോശം പെർഫോമൻസ് നിഫ്റ്റി മീഡിയ കാഴ്ചവെച്ചു. നിഫ്റ്റി മീഡിയ 2.4% ഇടിഞ്ഞു. ഓയിൽ ആൻഡ് ഗ്യാസ്, നിഫ്റ്റി റിയാലിറ്റി, നിഫ്റ്റി PSU ബാങ്ക്, നിഫ്റ്റി IT തുടങ്ങിയ ഇൻഡെക്സുകളെല്ലാം 1 മുതൽ 1.3% ഇടിഞ്ഞു. മിഡ് ക്യാപ്പ് ഇൻഡെക്സിലും ഇന്ന് സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചു. മിഡ് ക്യാപ്പ് ഇൻഡെക്സ് 0.62% ഇടിയുകയും കഴിഞ്ഞ 2 ദിവസത്തെ മൊത്തം ഇടിവ് 1.6%ലേക്ക് എത്തുകയും ചെയ്തു. സ്മാൾ ക്യാപ്പ് ഇൻഡെക്സ് 1.17% ഇടിയുകയും കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷനിലെ മൊത്തം ഇടിവ് 4.2%ലേക്ക് എത്തുകയും ചെയ്തു. നിഫ്റ്റി 50യിൽ 50 സ്റ്റോക്കുകളിൽ 41 സ്റ്റോക്കുകളും നെഗറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. NTPC 3.4, ടെക് മഹീന്ദ്ര 2.7, സിപ്ല, ബജാജ് ഫിനാൻസ്, BPCL, TCS, ആക്സിസ് ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകൾ 2%-ലേറെയും ഇടിഞ്ഞു. ഇൻഡസ്ഇൻഡ് ബാങ്കിൽ ഇന്നൊരു ബൈയിങ് മൊമെൻറ്റം കാണാൻ സാധിച്ചു. ട്രെൻഡും 2%-ഓളം ഉയർന്നാണ് ട്രേഡ് ചെയ്തത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഏറ്റവും ഉയർന്ന വോളിയം കാണാൻ സാധിച്ചത് സൊമാറ്റോ, റിലയൻസ് പവർ, NCC തുടങ്ങിയ സ്റ്റോക്കുകളിലാണ്. സൊമാറ്റോ എന്ന സ്റ്റോക്ക് ഇന്ന് 3%-ഓളം ഇടിഞ്ഞെങ്കിലും 117 ദശലക്ഷം ഷെയറുകളാണ് കൈമാറ്റം ചെയ്യപ്പെട്ടത്. കൂടാതെ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ 111.2 ദശലക്ഷം ഷെയറുകൾ കൈമാറ്റം ചെയ്യപ്പെട്ടു. തുടർച്ചയായ 2ാമത്തെ ട്രേഡിംഗ് സെഷനിലും ഓൺലൈൻ ഫുഡ് ഡെലിവറി സെക്ടറിലെ കമ്പനികളിൽ സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചു. സൊമാറ്റോ, സ്വിഗ്ഗി തുടങ്ങിയ സ്റ്റോക്കുകൾ നെഗറ്റീവ് സൈഡിൽ ട്രേഡ് ചെയ്യുന്നു. പ്രശസ്ത ഗ്ലോബൽ ബ്രോക്കേജ് കമ്പനിയായ ബൊഫ, അതായത് ബാങ്ക് ഓഫ് അമേരിക്ക, സൊമാറ്റോ, സ്വിഗ്ഗി തുടങ്ങിയ സ്റ്റോക്കുകളെ ഡൗൺഗ്രേഡ് ചെയ്തതും ടാർഗറ്റ് റെഡ്യൂസ് ചെയ്തതിൻ്റെയും പശ്ചാത്തലത്തിലാണ് സ്റ്റോക്കുകളിൽ സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചത്. കഴിഞ്ഞ ദിവസം മറ്റൊരു ഗ്ലോബൽ ബ്രോക്കേജായ മാക്വറിയും സൊമാറ്റോ, സ്വിഗ്ഗി തുടങ്ങിയ സ്റ്റോക്കുകളെ ഡൗൺഗ്രേഡ് ചെയ്തിരുന്നു. ക്വിക്ക് കൊമേഴ്സ് സെക്ടറിൽ വർദ്ധിച്ചു വരുന്ന കോമ്പറ്റീഷൻ സൊമാറ്റോ, സ്വിഗ്ഗി തുടങ്ങിയ കമ്പനികളുടെ നഷ്ടം ഉയർത്തുമെന്നാണ് ബൊഫയുടെ റിപ്പോർട്ടിൽ, അതായത് ബാങ്ക് ഓഫ് അമേരിക്കയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സൊമാറ്റോയെ ബൈ എന്ന റേറ്റിംഗിൽ നിന്നും ന്യൂട്രൽ എന്ന റേറ്റിംഗിലേക്ക് താഴ്ത്തുകയും ടാർഗറ്റ് 300-ൽ നിന്നും 250 കുറയ്ക്കുകയും ചെയ്തു. സ്വിഗ്ഗിക്ക് ബൈ എന്ന റേറ്റിംഗിൽ നിന്നും അണ്ടർ പെർഫോം എന്ന റേറ്റിംഗാണ് നൽകിയിരിക്കുന്നത്. ടാർഗറ്റ് 420-ൽ നിന്നും 325-ലേക്ക് കുറയ്ക്കുകയും ചെയ്തു. സൊമാറ്റോ, സ്വിഗ്ഗി തുടങ്ങിയ സ്റ്റോക്കുകളിൽ ഇന്ന് ഹെവി സെല്ലിംഗ് കാണാൻ സാധിച്ചു. ഇൻട്രാഡേയിൽ സൊമാറ്റോ 5%-ഓളം ഇടിയുകയും സ്വിഗ്ഗി 3.4%-ഓളം ഇടിയുകയും ചെയ്തു. 2026-27 ഫിനാൻഷ്യൽ ഇയറിൽ സൊമാറ്റോയുടെയും സ്വിഗ്ഗിയുടെയും എബിറ്റയിൽ 20 മുതൽ 80%-ഓളം ഇടിവ് വരാൻ സാധ്യതയുണ്ടെന്ന് പല പ്രമുഖ ബ്രോക്കേജുകളും പ്രതികരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മാക്വറി ആയിരുന്നു സൊമാറ്റോ, സ്വിഗ്ഗി തുടങ്ങിയ സ്റ്റോക്കുകളിലെ ഇൻവെസ്റ്റേഴ്സിനോട് ജാഗ്രത പാലിക്കണം എന്നാവശ്യപ്പെട്ടത്. അതിനുശേഷം ഡിസ്ക്രിഷണറി സ്പെൻഡിങ്ങിൻ്റെ ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ദേവയാനി ഇൻ്റർനാഷണൽ, വെസ്റ്റ് ലൈഫ് ഫുഡ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് അവർ സപ്പോർട്ട് നൽകുകയും ചെയ്തു. ഇവിടെ സൊമാറ്റോ, സ്വിഗ്ഗി തുടങ്ങിയ കമ്പനികളുടെ പ്രധാന എതിരാളികൾ ഡാർക്ക് സ്റ്റോറുകളുടെ എണ്ണത്തിൽ വർധനവ് വരുത്തുന്നതും കൂടാതെ ഈ സെക്ടറിലേക്ക് കടുത്ത കോമ്പറ്റീഷൻ നൽകുന്നതും മൂലം സൊമാറ്റോ, സ്വിഗ്ഗി തുടങ്ങിയ കമ്പനികളുടെ ബിസിനസ്സിനെയും കൂടാതെ കമ്പനിയുടെ വാല്യൂഷനെയും പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. കൂടാതെ ഈ സെക്ടറിലെ പല കമ്പനികളും മാർക്കറ്റിൽ ലിസ്റ്റഡ് ആകാൻ കൂടി തയ്യാറെടുക്കുകയാണ്. ബിഗ് ബാസ്ക്കറ്റ് വരുന്ന 1 മുതൽ 1.5 വർഷത്തിനുള്ളിൽ മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയേക്കും. കൂടാതെ മറ്റൊരു പ്രധാന കമ്പനിയായ സെപ്റ്റോ മാർക്കറ്റിൽ ലിസ്റ്റിങ്ങിന് വേണ്ടി തയ്യാറെടുക്കുന്നു. സെപ്റ്റോയുടെ ലിസ്റ്റിങ്ങിന് മുൻപേ സെക്കൻഡറി മാർക്കറ്റിൽ നിന്നും $250 മില്യൺ ഫണ്ട് റേസ് ചെയ്യാനും കമ്പനി ശ്രമിക്കുന്നുണ്ട്. സൊമാറ്റോ ഓൾ ടൈം ഹൈയിൽ നിന്നും 32%-ഓളവും സ്വിഗ്ഗി ഓൾ ടൈം ഹൈയിൽ നിന്ന് 46%-ഓളവും ഇടിഞ്ഞാണ് ട്രേഡ് ചെയ്യുന്നത്.